തങ്ങളെ അധ്യക്ഷപീഠം അലങ്കരിക്കാൻ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിൽ ഫായിസീൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി യുനീബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുൽ റബ്ബി സിദ്നി ഇൽമ. സദഖല്ലാഹു മൗലാനൽ കരീം. ഏറ്റവും ആദരണീയരായ ഈ സ്ഥാപനത്തിലെ ഇന്നത്തെ പഠനാരംഭം കുറിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിനന്ദനായ അധ്യക്ഷൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സ്വാഗതഭാഷണം നടത്തിയ പ്രിയങ്കരനായ ഷെരീഫ് ഫൈദി, USNECയുടെ അക്കാദമിക് ചെയർമാൻ കൂടിയായ പ്രിയങ്കരനായ യുവ പണ്ഡിതൻ മുഷാവറാംഗം ബഹുമാന്യ അബ്ദുസലാം ഫൈസി ഉസ്താദ് അവർകൾ, നമ്മുടെയൊക്കെ തന്നെ ആദരണീയം പ്രിയങ്കരമായ ഒട്ടി, അതുപോലെ തന്നെ ഈ ജാമിയ സാദിയുടെയും ഈ സ്ഥാപനത്തിൻ്റെ ഒക്കെ തന്നെ ചുക്കാൻ പിടിച്ച പ്രിയങ്കരായ നേതാക്കന്മാർ, പ്രിയ മുതഅല്ലിമീങ്ങളെ, രക്ഷിതാക്കളെ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടൽ സ്വാലിഹമലായി കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 2 വർഷങ്ങൾക്ക് മുമ്പ് പ്രാരംഭം കുറിച്ച മഹത്തായ നാഷണൽ വിദ്യാഭ്യാസ പദ്ധതിയാണ് SNEC. നമുക്കറിയാം, ഈ കുറഞ്ഞ കാലയളവിൽ ഒരുപാട് സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ ആയിരക്കണക്കായ വിദ്യാർത്ഥികൾ പല രീതിയിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഒക്കെ ഒരുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ ഒരുക്കാൻ സാധിച്ചു എന്നതിന് പുറമെ ഇതൊക്കെ സമൂഹം ഏറ്റെടുത്തു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. കാരണം ഈ കുറഞ്ഞ കാലയളവിൽ ഒരുപാട് സംവിധാനങ്ങളാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് C+ ആണ്. ഇതുപോലെ ആഫിനീങ്ങൾക്ക് മാത്രമായിട്ടുള്ള ബയ്യിനാത്ത് ഈ വർഷം ആരംഭിച്ച് കുറിച്ചിട്ടുണ്ട്. അതുപോലെ SSLCക്ക് ശേഷമുള്ളത് ലൈഫ് ടീ, അങ്ങനെയൊക്കെ ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ ഉണ്ട്. ഈ 10-60 വിദ്യാർത്ഥിനികൾക്കാണ്, പഠിതാക്കൾക്കാണ് ഇന്നിവിടെ നാം അഡ്മിഷൻ നൽകിയിട്ട് 60-ലേറെ 60-70 ഇന്ന് വിദ്യാഭ്യാസം ആരും ആഗ്രഹിക്കുന്ന സംഗതിയാണ്. ഇപ്പോൾ നേരത്തെ സീതവർ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഉണ്ടെങ്കിലും പലപ്പോഴും അത് നമ്മളിൽ നിന്ന് താളം തെറ്റുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ പൂർണ്ണ മേൽനോട്ടത്തിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളിൽ അധിഷ്ഠിതമായിക്കൊണ്ട് തന്നെയാണ്, നല്ല സൂക്ഷ്മതയോടും സുരക്ഷിതത്തോടും കൂടി തന്നെയാണ് ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ വർഷങ്ങളോളം ഈ ചുറ്റുഭാഗം ഒരു ശൂന്യമായി കിടക്കുകയായിരുന്നു. പ്രിയങ്കരായ നമ്മുടെ OTയുടെയൊക്കെ തന്നെ തീവ്ര പ്രവർത്തനത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഒത്താശയുടെയും ഫലമായിക്കൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ ഒരു വലിയ സംവിധാനം ഇവിടെ തുറക്കാൻ കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. സമസ്ത നേരിട്ട് നടത്തുന്ന ഒരു സംവിധാനം ഇവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇനിയുള്ള കാലങ്ങളിൽ അത് വളരെ ഭംഗിയായി തന്നെ വർഷങ്ങളോളം ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതിലെല്ലാ കരുത്തും ഇതിനെ പ്രവർത്തകർക്കും ഇതിൻ്റെ സഹായികൾക്കും നൽകട്ടെ എന്നാണ് ഈ സമയത്ത് പ്രത്യേകം ദുആ ചെയ്യുന്നത്. വിദ്യാഭ്യാസം നമുക്ക് +1 അപേക്ഷ ലഭിക്കുന്നത് വളരെ പ്രയാസമാണ്. +2 കുട്ടികൾക്ക് ക്ലാസ്സുകളില്ലാതായി പോകുന്നു. എന്നാൽ ഈ കുട്ടികൾക്ക് നമ്മൾ 8ാം ക്ലാസ് മുതൽ തന്നെയാണ് വിദ്യാഭ്യാസം നൽകി അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം നൽകുക. 8ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ടീനേജാണ്. ഏതൊരു കുട്ടിയുടെയും ദിശ തിരിക്കുന്ന ഒരു പ്രായം എന്നുള്ളത് ടീനേജാണ്. ഈ പ്രായത്തിൽ കുട്ടികളെ ഏത് വഴിയിലേക്ക് നയിക്കണമെന്നുള്ളത് തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ നല്ലതായൊരു വഴിയിലൂടെ കൊണ്ടുപോകാനുള്ള നല്ലൊരു സംവിധാനമാണ് SNECയിലൂടെ നാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരുണ്ട്, എൻ്റെ സഹപ്രവർത്തകർ, ഈ കമ്മിറ്റി അംഗങ്ങൾ. മാസങ്ങളോളമായുള്ള പ്രയത്നത്തിൻ്റെ ത്യാഗത്തിൻ്റെ ഫലമായിക്കൊണ്ടാണ് ഈ സംവിധാനം ഇവിടെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുള്ളത്. രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഇതിൻ്റെ കൂടെ നിന്നുകൊണ്ട് പൂർണ്ണ സഹകരണത്തോടെ നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ നടത്താനുള്ളത്. ഒരു സ്ഥാപനം എന്നൊക്കെ പറയുമ്പോൾ 4-5 കാര്യങ്ങൾ ഒത്തൊരുമിക്കുമ്പോഴാണ് ആ സ്ഥാപനത്തിന് പൂർണ്ണതയിലെത്തുക. ഒന്ന്, വിദ്യാർത്ഥിനികൾ അനിവാര്യമാണ്, നല്ല അധ്യാപകർ ആവശ്യമാണ്, നല്ലൊരു മാനേജ്മെൻറ്റ് ആവശ്യമാണ്, അത് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരും ഉമറാവും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇത്യാദി കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ രക്ഷിതാക്കളുടെ പൂർണ്ണ സഹകരണം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥിനികൾ ക്ഷമയോടെ, സബറോടെ ഈ പഠനം പൂർത്തീകരിക്കാൻ അവർ ഇവിടെ പഠിതാക്കളായി വളരണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ആളുകളുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സഹകരിക്കുന്ന ആളുകളെ പൂർണ്ണ സഹകരണം ഉണ്ടായിരിക്കണം. നല്ല അധ്യാപികമാരെ തീർച്ചയായും നാം ഇവിടെ
ഇവർക്ക് നൽകുക തന്നെ ചെയ്യും. ആ അധ്യാപികമാരുടെ നല്ല ശിക്ഷണത്തിൽ തന്നെ ഈ കുട്ടികളെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം, സഹായം, ഒത്താശ, ദുആ ഇതെല്ലാം ഈ സ്ഥാപനത്തിനുണ്ടായിരിക്കണം. ഇതിനുവേണ്ടി നമ്മോടൊപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പലരും സുഖമില്ലാത്തവരുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ ജമയാസാദിക്ക് വേണ്ടി നേരത്തെ പ്രവർത്തിച്ചിരുന്ന പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അന്ന് ഓർക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് കഴിഞ്ഞ ദിവസം നമ്മോട് ഇവിടെ പറഞ്ഞ നമ്മുടെയൊക്കെ തന്നെ ആത്മീയ ഗുരു, ഈ പ്രദേശത്തിൻ്റെ ഒക്കെ തന്നെ ആത്മീയ വെളിച്ചമായിരുന്ന മഹാനായ മാണി ഉസ്താദ് അവറുകൾ. റബ്ബേ അവിടുത്തെ ദർജ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. അവർ ഞങ്ങൾ ജന്നാത്ത് പ്രദേശം നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അവർ ഈ സമൂഹത്തിന് നൽകിയ എല്ലാ നന്മകളും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അപ്രകാരം തന്നെ അബ്ദുസ്സലാം ഹാജി മരണപ്പെട്ടു, അബ്ദുറഹ്മാൻ കുട്ടി ഹാജി, അതുപോലെ തന്നെ അഹമ്മദ് ഹാജി വലിയറമ്പ് അവർക്ക് ഇതിനോട് സഹകരിച്ചിരുന്ന ആളുകളാണ്. അവർക്ക് നമ്മോട് ഇവിടെ അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്ന പലരും സുഖമില്ല. അഷ്റഫ് പള്ളിക്കര ഹമീദ് ഹാജിക്ക് സുഖമില്ലാതെ വരാൻ പറ്റിയിട്ടില്ല. അള്ളാഹു ആഫിയത്ത് ആരോഗ്യമായുസ് പ്രദാനം ചെയ്യട്ടെ. നമ്മോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രിയങ്കരായ ഒട്ടി അഹമ്മദ് ഹാജി, ഖാലിദ് ഹാജി വലിയറമ്പ്, മുഹമ്മദ് കുഞ്ഞാജി അടക്കം അവിടെ സ്റ്റേയിലുണ്ട്. അള്ളാഹു അവർക്ക് ആഫിയത്ത് ആരോഗ്യവും ഈ സംവിധാനത്തിന് മുന്നിൽ നയിക്കാനുള്ള എല്ലാ കരുത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സഹകരണം സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിസമരിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SNEC പുസ്തക കിറ്റ് വിതരണം